കാർ സീറ്റിന് ഒരു ഡേഞ്ചറസ് വശം കൂടിയുണ്ട്. നമ്മളെല്ലാവരും ഒരുവിധം കാർ സീറ്റ് ഉപയോഗിക്കുന്നവരാണല്ലേ. അബ്രോഡിൽ എന്തായാലും, അതായത് UK അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും ട്രാവൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കാർ സീറ്റ് നിർബന്ധമാണ്. ഇപ്പോൾ ഇന്ത്യയിലും അത് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സേഫ്റ്റി പ്രമാണിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കാർ സീറ്റിനൊരു അപകട ഭാഗം കൂടിയുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉണ്ടാക്കിയ കഥയൊന്നുമല്ല, നടന്ന സംഭവമാണ്. അതായത് നമ്മൾ കൊച്ചുങ്ങളിങ്ങനെ കാർ സീറ്റിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ കാണുമ്പം അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ കാർ സീറ്റോടെ തന്നെ നമ്മൾ എടുത്തകത്ത് കൊടുന്ന് വെച്ച് കിടത്തി ഉറക്കൂലേ. അവർക്കൊരു ബ്ലാങ്കറ്റൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ വെച്ച് കിടത്തി ഉറക്കും. പക്ഷേ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടൊരു കൊച്ച് അടുത്തിപ്പം UK മരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയുന്നത്. കാർ സീറ്റിൽ നമ്മൾ വെച്ച് കിടക്കുമ്പം കൊച്ചുങ്ങളിത് ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും. പക്ഷെ അവർ നല്ല സുഖമായിട്ട് ഉറങ്ങുമായിരിക്കും. അപ്പം ഈ കുഞ്ഞു കുട്ടികൾക്ക്, അതായത് വയസ്സൊരു 3-4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മുടെ നെക്ക് മസിൽസ് ഒന്നും അത്രയും വളർന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വികസിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ശ്വസനനാളം ബ്ലോക്കായി വിടും. ഓക്കെ, അപ്പം അങ്ങനെ ബ്ലോക്കായി കഴിയുമ്പം ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ട് വരും. അങ്ങനെ ആ ഉറക്കത്തിൽ തന്നെ കുട്ടികൾ മരിച്ചു പോകാനുള്ള അവസ്ഥയും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കാർ സീറ്റിൽ ഇങ്ങനെ ഇനി ആരും കൊച്ചുങ്ങളെ കിടത്തി ഉറക്കരുത്. അവരെന്തായാലും ബെഡിലോട്ട് മാറ്റി കിടത്തണം. ഓക്കെ.